നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇവർ പൊയ്ക്കൊള്ളട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു രാത്രിയിൽ പതിവായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗത്സമന തോട്ടത്തിൽ വെച്ചാണ് യൂദ കൊണ്ടുവന്ന ആളുകൾ പിടിക്കുന്നതും ബന്ധിക്കുന്നതും കൊണ്ടുപോകുന്നതും. യേശുവിനെ പിടിക്കാൻ വാളുകളും കുന്തങ്ങളും തീവട്ടിപ്പന്തങ്ങളുമായി വന്ന പട്ടാളക്കാരോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീഴുകയാണ്. എന്താണ് ഇതിന് കാരണം? ഞാനാകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പേരാണ്. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോൻ്റെ അടുക്കൽ എന്നെ അയച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ദൈവം കൊടുത്ത മറുപടി, ഞാനാകുന്നു എന്നുള്ളവൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഞാനാകുന്നു എന്ന് പറയാൻ ഒരാൾക്കേ പറ്റുകയുള്ളൂ. ഒരുപാട് പേരെ സംബന്ധിച്ച് ഞാനായിരുന്നു എന്ന് പറയാം, ബാക്കി ആളുകളെ സംബന്ധിച്ച് ഞാനാകുമെന്ന് പറയാം. എന്നാൽ എന്നും ഞാനാകുന്നു, ഞാനായിരുന്നു എന്നൊരു കാര്യവുമില്ല, ഞാനാകുമെന്നൊരു കാര്യവുമില്ല. എല്ലാ കാലത്തും ഞാനാകുന്നു എന്ന് പറയാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിന് മുൻപൊരു പ്രത്യേക അവസ്ഥയും പിൻപൊരു പ്രത്യേക അവസ്ഥയൊന്നുമില്ല. എന്നും യഥാവാനാണ്. എന്നും ദൈവത്തിൻ്റെ പേര് ഞാനാകുന്നുവെന്നാണ്. ഐ വാസ് എന്നോ ഐ വിൽ ബി എന്നോ ഇല്ല. എന്നും ആയാം, എന്നും ഞാനാകുന്നു. അപ്പോൾ യേശു അതാണ് പറയുന്നത്, ഞാനാകുന്നു. വാസ്തവം പറഞ്ഞാൽ ആ വാക്കിൽ ഒരു ശക്തിയുണ്ട്. ദൈവത്തെ യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആളുകൾ അത് കേട്ട് വീഴുകയാണ്. ബലിഷ്ഠന്മാരായ, ബലശാലികളായ, ആയുധധാരികളായ പടയാളികൾ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ വീഴുകയാണ്. വാസ്തവം പറഞ്ഞാൽ യേശുവിന് അവരെ ഒറ്റ നിമിഷം കൊണ്ട് ഭസ്മമാക്കാൻ കഴിയും. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. പക്ഷേ മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനല്ല, നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് യേശു സെബെദീപുത്രന്മാരോട് ഒരിക്കൽ പറഞ്ഞു. ശമരിയക്കാർ യേശുവിനെ കൈക്കൊള്ളാകിയാൽ, കർത്താവേ നിനക്ക് സമ്മതമെങ്കിൽ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ ദഹിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ മനുഷ്യ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത് എന്നാണ്. മുൻപ് ആകാശത്തു നിന്ന് തീയിറങ്ങി ആളുകൾ ദഹിച്ചിട്ടുണ്ട്. മോശയുടെയും അഹരോൻ്റെയും ഒക്കെ കാലത്ത് കോരഹ്, ദാദാൻ, അബീറാം തുടങ്ങിയ ആളുകളും അവരോട് ചേർന്ന് 250 ആളുകളും പൗരോഹിത്യത്തിനെതിരായി മത്സരിച്ചപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി അവർ ദഹിപ്പിക്കപ്പെടുകയായിരുന്നു, ഭസ്മമാകപ്പെടുകയായിരുന്നു. അതുപോലെ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവിനെ പിടിക്കാൻ ഇസ്രായേൽ രാജാവ് അയച്ച 50 ആളുകളും പടനായകനും, പിന്നീട് 50 ആളുകളും പടനായകനും, അങ്ങനെ 102 ആളുകൾ ഭസ്മമാകാനിടയായിട്ടുണ്ട്. അത് ചെയ്ത ആളാണിപ്പോൾ മനുഷ്യനായി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യേശുവിനെ അവരെ ഒറ്റ വാക്കിന് ഭസ്മമാക്കാം. പക്ഷേ അവർ നിലത്ത് വീണതേ ഉള്ളൂ. അതായത് പഴയ നിയമത്തിൽ ഏലീശയെ പിടിക്കാൻ വന്ന അരാമ്യർ അന്ധരായി തീർന്നു. അതുപോലെ ലോത്തിനെ പിടിക്കാനായിട്ട് വന്ന സോദോം നിവാസികൾ അന്ധരായിട്ടിങ്ങനെ തലം തപ്പി നടന്നു. ദമസ്കോസിലെ ശിഷ്യന്മാരെ പിടിക്കാൻ വന്ന പൗലൂസ് അന്ധനായിട്ട് മറ്റുള്ളവരുടെ കൈപിടിച്ച് 3 ദിവസം നടക്കാനിടയായി, അല്ലെങ്കിൽ 3 ദിവസം അന്ധനായി കഴിയാനിടയായി. ഇവിടെ യേശുവിനെ പിടിക്കാൻ വന്ന ആളുകൾ വീഴുകയാണ്.
ദമസ്കോസിൻ്റെ പടിവാതിക്കൽ പൗലൂസ് വീണതുപോലെ ഇവർ വീഴുകയാണ്. വാസ്തവത്തിൽ ആ സമയത്ത് യേശുവിനോടാം. യേശു ഓടിയില്ല. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഞാൻ വീണ്ടും ചോദിക്കുന്നു, നസറേയനായ യേശുവിനെ. ഞാൻ തന്നെയെന്ന് പറഞ്ഞല്ലോ, എന്നെയാണെങ്കിൽ ഇവർ പൊയ്ക്കോട്ടെ. നസറേയനായ യേശുവിനെയും ശിഷ്യന്മാരെയും എന്നവർ പറഞ്ഞില്ല. അവർക്ക് യേശുവിനെ മാത്രം മതി. യേശു പറയുകയാണ്, ഇവർ പൊയ്ക്കൊള്ളട്ടെ. നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ ഈ ഭാവമുള്ള രണ്ടുപേരെ കാണാൻ കഴിയും. ഒന്ന് മോശയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനാൽ ദൈവം അവരെ കൊല്ലാനൊരുങ്ങിയപ്പോൾ, അതുപോലെ അവർ മറ്റ് ചില പാപങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിച്ചതിനാൽ അവരെ കൊല്ലാനൊരുങ്ങിയപ്പോൾ മോശ പറയുകയാണ്, എന്നെ കൊല്ലുക, അവരെ രക്ഷിക്കുക, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ വായിക്കുക, അവരെ രക്ഷിക്കുക. അതുപോലെ ദാവീദ് ഒരിക്കൽ ജനത്തെ എണ്ണാനിടയായി, സൈന്യത്തെ. വാസ്തവം പറഞ്ഞാൽ അത് ദൈവത്തിന് ദുഃഖമായി. ദൈവം ഒരു ബാധ അയച്ചു. ആ സമയത്ത് ഒരു യാഗം കഴിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത്, ദൈവമേ എന്നെ കൊല്ലുക, ഞാനല്ലേ കുറ്റവാളി, ഇവർ എന്ത് പഴിച്ചു. അപ്പോൾ ഏത് കാലത്തും ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ശിക്ഷയേൽക്കാം, ഇവരെ രക്ഷിക്കുക. ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ അവസാന ശ്വാസം വരെ കാക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. ഇന്നും അതാണ് യേശു ചെയ്യുന്നത്, നമ്മെ സംരക്ഷണം ചെയ്യുകയാണ്. ഇതുപോലൊരു രക്ഷിതാവ്, ഇതുപോലൊരു സ്നേഹനിധിയായ രക്ഷിതാവ് വേറെ ആരുണ്ട്? ഈ കർത്താവിനെ, നമ്മെ സംരക്ഷിക്കുന്ന കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.